ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തുടരുന്നുവെന്നാണ് കരസേനാ മേധാവി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെയായിരുന്നു കരസേനാ മേധാവിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും പാകിസ്ഥാൻ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നിയന്ത്രണ രേഖയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്വാധീനം വിലയിരുത്താൻ നിലവിൽ സമയമായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മെയ് 10 വെടിനിർത്തലോടെ യുദ്ധം അവസാനിച്ചിരുന്നില്ല. നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അത് തുടർന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. കൂടുതൽ കാര്യങ്ങൾ തനിക്ക് വെളിപ്പെടുത്താനാവില്ലെന്നും കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്നൊരു പുസ്തക പ്രകാശനത്തിന്റെ പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രവർത്തിച്ച എല്ലാ സൈനിക ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം അഭിനന്ദനവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ LOCയിലൊക്കെയുള്ള ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ LOCയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സ്വാധീനം എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും, പക്ഷെ അതേസമയം ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പാക് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.